മക്കൾസ്, ബാബു സാറാണേ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മക്കളെ, നമുക്ക് പഠിക്കാനുള്ള ഒന്നാമത്തെ യൂണിറ്റിലെ മൂന്നാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒരു പാഠമാണ് രൈൻ ബസേരമേ രാത്രികാല വാസസ്ഥലം എന്നുള്ള യാത്രാ വിവരണം. അമൃത്ലാൽ ബേഗഡ്ജി 33 വർഷക്കാലം നർമ്മദാ നദിയുടെ തീരത്തൂടെ പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ അതിൽ ഒരു ദിവസത്തെ ഒരു രാത്രിയിൽ സംഭവിച്ച കാര്യമാണ് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. ഒറ്റ ദിവസത്തെ രാത്രിയിലെ സംഭവങ്ങൾ മാത്രമാണ്. അമൃത്ലാൽ ബേഗഡും ചോട്ടും കൂടെ, അദ്ദേഹത്തിന്റെ സഹായിയായ ചോട്ടും കൂടെ ഈ നർമ്മദാ നദിയുടെ തീരത്തോട് പോകുന്ന സമയത്ത് ഒരു ദിവസം രാത്രിയിൽ പത്തോഡ എന്ന ഗ്രാമത്തിൽ ഒരു താൽക്കാലികമായി പണിയൊന്നും തീർക്കാത്ത ഒരു ടെമ്പിളിൽ ഇവർ രണ്ടുപേർ താമസിക്കാൻ ഗ്രാമീണനായ ഒരാൾ സൗകര്യം ചെയ്തു കൊടുക്കുന്നു. അന്ന് രാത്രിയിൽ ഭ്രാന്തനായ ഒരു മനുഷ്യൻ അവിടെ വന്നുണ്ടാക്കുന്ന ഭീകരാന്തരീക്ഷമാണ് ഈ പാഠത്തിന്റെ പ്രധാനപ്പെട്ട മർമ്മം. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പരീക്ഷയിൽ ചോദിക്കുന്ന ചോദ്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതൊക്കെ നമ്മൾ ബാച്ചിൽ ഓരോ വാക്കുകളും വേർഡ് ബൈ വേർഡ് ആയിട്ട് ഫ്രേസുകളും അതിന്റെ ക്വസ്റ്റ്യൻ ആൻസറും എല്ലാം ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഗോൾഡൻ അവസരമുണ്ട്. SSLC ആണ്, നമുക്ക് എല്ലാവർക്കും ഫുൾ മാർക്ക് വാങ്ങേണ്ടതുണ്ട്. ഇപ്പോൾ മൺസൂൺ ഓഫറായിട്ട് സൈലത്തിൽ 10% ഓഫറോട് കൂടി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള സുവർണാവസരമാണ്. നിങ്ങൾ എത്രയും പെട്ടെന്ന് നമ്മൾ 9995400800 എന്ന് പറയുന്ന നമ്മുടെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. എന്നിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. ബാച്ചിൽ നമുക്ക് ഗംഭീരമായി തകർത്ത് പഠിച്ച് സൂപ്പറായിട്ട് നമുക്ക് വിജയം കരസ്ഥമാക്കാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ പാഠവുമായി ബന്ധപ്പെട്ട് 4 മാർക്കിന് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിൽ എത്ര കഥാപാത്രങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക. പാത്ര എന്ന് പറഞ്ഞാൽ പാത്രമല്ല, പാത്രത്തിന് നമ്മൾ ഹിന്ദിയിൽ പറയുക ബർത്തൻ എന്നാണ്. പക്ഷെ ഇവിടെ പാത്ര എന്ന് പറഞ്ഞാൽ കഥാപാത്രങ്ങളാണ്. കഥാപാത്രങ്ങളെ ഹിന്ദിയിലേക്ക് വരുമ്പോൾ നമ്മൾ കഥാപാത്രം എന്ന് പറയാറില്ല, പാത്ര എന്നേ പറയാറുള്ളൂ. ഒന്ന് അമൃത്ലാൽ ബേഗഡ്, നമ്മുടെ എഴുത്തുകാരൻ തന്നെ. 2 ചോട്ടു, അദ്ദേഹത്തിന്റെ സഹായി. ചോട്ടു എന്ന് പറഞ്ഞാൽ ചെറുക്കൻ പയ്യൻ എന്നൊക്കെ അർത്ഥം വരുന്നു, അവന് വേറെന്താ പേരുണ്ടാവും. പാഗൽ ആദ്മി, പിന്നെ ഒരു ഭ്രാന്തനായ ഒരു മനുഷ്യൻ ഇതിലേക്ക് വരുന്നുണ്ട്. പിന്നെ പഡോസ് കെ യുവക്, അയൽവാസിയ യുവാവ്. ഇത്രയും ആളുകളാണ് ഈ പാഠവുമായി ബന്ധപ്പെട്ട് ആകെ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഒറ്റ രാത്രിയിലെ സംഭവമാണ്. ആ രാത്രിയിലെ ഈ പാഠവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം നമുക്ക് ഇങ്ങനെ വരാം. നോക്കൂ, മൻപസന്ത് പ്രസംഗ്, മനസ്സിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സന്ദർഭം. യാത്രാ വൃത്തസേ ചുനെ, നിങ്ങൾ ഈ പാഠത്തിൽ നിന്ന് യാത്രാ വിവരണത്തിൽ നിന്ന് സെലക്ട് ചെയ്യാൻ. ഉസ് പ്രസംഗ് പർ, ആ സന്ദർഭവുമായി ബന്ധപ്പെട്ട് പട്കഥാക്ക ഏക്ക് ദൃശ്യയിലേക്ക് ഒരു പട്കഥാ ദൃശ്യം തയ്യാറാക്കാൻ. ഓർ അഭിനയിക്കാരെ, എന്നിട്ട് അഭിനയിക്കാൻ. ഇവിടെ നമ്മൾ തയ്യാറാക്കാൻ പറഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത് ഇങ്ങനെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇതാണ്. രൈൻ ബസേരമേ ലേഖക് ഔർ ചോട്ടു, രാത്രികാല വാസസ്ഥലത്ത് ലേഖകനും ചോട്ടും. രൈൻ ബസേര എന്ന് പറഞ്ഞാൽ രാത്രികാല വാസസ്ഥലത്ത് ലേഖകനും ചോട്ടും. സോത്തെ സമയം, ഉറങ്ങുന്ന സമയത്ത് ഏക്ക് പാഗൽ ആത്മീയ ആക്കർ, ഒരു ഭ്രാന്തനായ മനുഷ്യൻ വന്നിട്ട് ആക്രോശ് കർണയിലേക്ക്, ഇവരോട് ആക്രോശം നടത്താൻ തുടങ്ങി, അക്രമവും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാൻ തുടങ്ങി. ഉസ് സമയಕ್ಕೆ പടുക്കഥ തയ്യാറാക്കതേ, ആ സമയത്ത് 3 പേരും തമ്മിലുള്ള സംഭാഷണവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു തിരക്കഥ തയ്യാറാക്കാനാണ് നമ്മളോട് പറയുന്നത്. പടുക്കഥ, തിരക്കഥ, സ്ക്രിപ്റ്റ് റൈറ്റ് തയ്യാറാക്കാൻ. ഓക്കെ, അങ്ങനെ വന്നാൽ നമുക്ക് ഇതിന് 4 മാർക്കാണ്. ആദ്യം നമ്മൾ എഴുതുന്ന സമയത്ത് സ്ഥാൻ, സമയ്, പാത്ര, ഉമ്ര, വേഷഭൂഷ. സ്ഥാന്, സമയ, പാത്ര, ഉമ്ര, വേഷഭൂഷ, ഈ 5 കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തതിനു ശേഷമേ സന്ദർഭത്തിലേക്ക് പോകും, കാര്യങ്ങൾ അവതരിപ്പിക്കാവൂ. സ്ഥാൻ എവിടെയാണ്? രൈൻ ബസേരയാണ്. സമയം എവിടെയാണ്? എപ്പോഴാണ്? ആദിരാത്ത്, അർദ്ധരാത്രിക്ക് ശേഷം. പാത്ര, ആരൊക്കെയാണ് ആ സമയത്ത് അവളുടെ കഥാപാത്രങ്ങൾ? ലേഖക്, അതായത് അമൃത്ലാൽ ബേഗഡ് ഉണ്ട്, ചോട്ടുണ്ട്, പിന്നെ ഭ്രാന്തനായ മനുഷ്യനുണ്ട്. ഉമ്ര, ഇവരുടെയൊക്കെ വയസ്സ് ഏതാണ്ട് എത്രയുണ്ട്? ലേഖക് 50 സാൽ, ലേഖകന് ഒരു 50 വയസ്സ്. അദ്ദേഹത്തിന് 50ാമത്തെ വയസ്സിലാണ് നർമ്മദാ നദിയുടെ തീരത്തേക്ക് പോകുന്നത്. ചോട്ടു 20 സാൽ, ഒരു അറൌണ്ട് 20 വർഷം നമ്മൾ കൂട്ടുക. പാഗൽ, ഭ്രാന്തനായ മനുഷ്യൻ, ലഗ്ഭഗ് 50 സാൽ, അദ്ദേഹവും ഏതാണ്ട് ഒരു 50 വയസ്സ്. നമുക്ക് ലഗ്ഭഗാണ്, ഏകദേശമാണ് ഒരു 50 വയസ്സ്. പാഠത്തിൽ വയസ്സൊന്നും പറയാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ കൊടുത്തു. വേഷഭൂഷ, വേഷഭൂഷ എന്ന് പറഞ്ഞാൽ അവരിട്ടിരിക്കുന്ന കോസ്റ്റ്യൂംസ്. സബ്ക, പത്തുലൂൻ ഓർ കുർത്ത, എല്ലാവരും പാൻറ്റും ഷർട്ടുമാണ് ഇട്ടത്. ഷർട്ടിന് അല്ലെ നമുക്ക് എന്ത് പറയാം, കമീസ് എന്നും പറയാം. പത്തുലൂൻ ഓർ കുർത്ത, പാൻറ് ഷർട്ടാണ്, നാടൻ പാൻറ് ഷർട്ടാണ് എല്ലാവരും ഇട്ടിരിക്കുന്നത്. ഇനി അവിടെ സന്ദർഭം ഇതാണ്. ഏതാ സന്ദർഭം? സന്ദർഭം എങ്ങനെയാണ്? പാഗൽ ദർവാസെ പർ, ആ ഭ്രാന്തനായ മനുഷ്യൻ വാതിൽക്കൽ നിന്നിട്ട് ഖഡാഹോക്കർ, നിന്നുകൊണ്ട് ഗുര്യാത്തഹെ, ഗർജിക്കുകയാണ്, അലറുകയാണ്. എന്താണ് അദ്ദേഹം ചോദിക്കുന്നത്? പാഗൽ ചോദിക്കുകയാണ്, കോനാത്തും, ആരാണ് നിങ്ങൾ? യഹാം കൈസെ ഗുസായഹോ, യഹാം ഇവിടെ കൈസെ, എങ്ങനെ, ഗുസായോ, കടന്നു കയറി, എങ്ങനെയാണ് ഇതിന്റെ അകത്തേക്ക് കടന്നു കയറിയത്? അപ്പൊ ലേഖക്, ജിനോനെ, ആരാണോ ഈ മന്ദിർ, ഈ ടെമ്പിൾ ബൻവായാഹെ, ഉണ്ടാക്കിച്ചത്, ഉനോനെ, അദ്ദേഹം, യഹാൻ ടഹരായ, അദ്ദേഹമാണ് ഞങ്ങളവിടെ താമസിപ്പിച്ചത്. പാഗൽ, മേ സിയാഡി ഹും, ആയിഷ്,
ഞാൻ CID ആണ്. ചോരോങ്ക കള്ളന്മാരെ കുറിച്ചുള്ള പതാലഗാത്തം വിവരമെടുക്കാൻ വന്നതാണ്. ലേഖക് ഹം തോ ചോർ നഹി, ഞങ്ങൾ കള്ളന്മാരൊന്നുമല്ല. പകൽ ഇസ് പിട്ടുമേ ക്യാ ഹേ, നിങ്ങളുടെ ഈ പിട്ടു ബോക്സിൽ എന്താണ് ചോദിച്ചു. അപ്പൊ ലേഖകൻ പറയാ, ഇസ്മേ ആ പിട്ടുവിന്റെ അകത്ത് ബോക്സിന്റെ അകത്ത് ഹമാര ഞങ്ങളുടെ വസ്ത്രവും ഓർ സാമാൻ ഹേ, മറ്റ് സാധനങ്ങളുമാണുള്ളത്. പാഗൽ പിട്ടു കോൽക്കർ, ആ ഭ്രാന്തൻ ബോക്സ് തുറന്നിട്ട് കുച്ച് സാമാൻ ഫേങ്ക്തേ, അതിലുള്ള സാധനങ്ങൾക്ക് എടുത്ത് പുറത്തേക്ക് എറിയുന്നു. അപ്പൊ പാഗൽ ചോട്ടു സേ, അവസാനം ചോട്ടുവിനോട് ചോദിച്ചു, വാട്ട് ഈസ് യുവർ നെയിം, എന്താ നിന്റെ പേരെന്ന് ചോദിച്ചു. അപ്പൊ ചോട്ടു പറഞ്ഞു, മുച്ചെ അംഗ്രേസി നെഹി ആത്തി, അയ്യോ എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ പാഗൽ ലേഖക് സേ, പിന്നെ നമ്മുടെ അമൃതാൽ വേഗനോടെയും, ലേഖക് സേ തും ക്യാ കർത്തേ ഹോ, എന്തോ നിങ്ങൾ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ലേഖക് പറഞ്ഞു, മേ ശിക്ഷകത, ഞാനൊരു ടീച്ചർ ആയിരുന്നു. അബ് റിട്ടയർ ഹോ ഗയാ ഹോ, ഇപ്പൊ ഞാൻ റിട്ടയർഡ് ആയിരുന്നു. ഞാനൊരു ടീച്ചറായിരുന്നു, ഒരു അധ്യാപകനായിരുന്നു, ഇപ്പോൾ ഞാൻ റിട്ടയർഡ് ആയിരുന്നു. അപ്പൊ പാഗൽ പറയാ, പിന്നെ അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. അച്ഛാ ശരി, സോ ജാവോ, ഉറങ്ങിക്കോളൂ. അധ്യാപകനാണെന്ന് കേട്ടതുകൂടി ഭ്രാന്തനാണെങ്കിലും ആ മനുഷ്യൻ ടീച്ചർ, അധ്യാപകനുള്ള റെസ്പെക്റ്റ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എവിടെയോ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്, ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയിൽ പോലും. അപ്പോൾ അദ്ദേഹം എല്ലാം മറന്നുകൊണ്ട് ആദരവോടുകൂടി പറഞ്ഞു, ശരി ഉറങ്ങിക്കോളൂ എന്ന്, ഒരു ഡിസ്റ്റർബും ഇല്ല. അപ്പോൾ ഇതാണ് ഈ പാഠത്തിൻ്റെ പ്രധാനപ്പെട്ട മർമ്മങ്ങളിലൊന്ന്. ആ ഒരു ഭ്രാന്തൻ അധ്യാപകനാണ് എന്ന് പറഞ്ഞതിന് ശേഷം, ഉറങ്ങിക്കൊള്ളാൻ പറഞ്ഞതിന് ശേഷം പിന്നീട് എന്തൊക്കെ ചെയ്യുന്നു, എന്തൊക്കെ സംഭവങ്ങളാണ് അവിടെ ഉണ്ടാവുന്നത് എന്നുള്ളതാണ് പാഠങ്ങൾ തുടർന്ന് പഠിക്കാനുള്ളത്. പിന്നീട് അതുമായി ബന്ധപ്പെട്ട് ലേഖകൻ്റെ ചിന്തയും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളും അദ്ദേഹത്തിന് കിട്ടിയ ആദരവുകളൊക്കെ തട്ടിച്ചു നോക്കുമ്പോൾ പിന്നീടുണ്ടായ ഓരോ സംഭവങ്ങളും അദ്ദേഹം അതിൽ വർണ്ണിക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ യുവാവിനോട്, നിങ്ങൾ എന്തുകൊണ്ട് ഇത്ര രാത്രിയിൽ ഒരു മനുഷ്യൻ വന്ന് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച സമയത്ത് ഒന്നും വന്നില്ല എന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹം പറയുന്ന മറുപടികളും അത് തുടർന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് മനസ്സിലാക്കാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ഗംഭീരമായിട്ട് പഠിക്കാം. ബാക്കിയുള്ള കാര്യങ്ങൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. ഓക്കെ, ബൈ.